വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം. എക്കാലവും നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുകയും അവിടുത്തെ നിർദ്ദേശവും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ശിക്ഷണം അറിഞ്ഞിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരുമായ നിങ്ങളുടെ മക്കളെയല്ല ഇന്ന് നിങ്ങൾ അറിയുന്നത്. പ്രത്യുത അവിടുത്തെ മഹിമയും ശക്തമായ കരവും നീട്ടിയ ഭുജവും. ഈജിപ്തുകാർക്കിടയിൽ ഈജിപ്ത് രാജാവായ ഫറവോയോടും അവന്റെ സകല ദേശത്തോടും അവിടുന്ന് പ്രവർത്തിച്ച അവിടുത്തെ അടയാളങ്ങളും കൃത്യങ്ങളും ഈജിപ്ത് സൈന്യത്തോടും അതിന്റെ കുതിരകളോടും രഥത്തോടും അവിടുന്ന് പ്രവർത്തിച്ചതും നിങ്ങളുടെ പിന്നാലെ അവർ പാഞ്ഞെത്തിയപ്പോൾ ചെങ്കടൽ ജലം അവരുടെ മേൽ ഒഴുക്കിയതും ഈ ദിനം വരെ കർത്താവ് അവരെ നശിപ്പിച്ചതും ഈ സ്ഥലം വരെ നിങ്ങൾ വന്നെത്തുവോളം മരുഭൂമിയിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും റുബന്യനായ ഏലിയാബിന്റെ പുത്രന്മാരായ ദാത്താനോടും അബ്രാമിനോടും അവിടുന്ന് ചെയ്തതും ഇസ്രായേൽ മുഴുവന്റെയും മധ്യേ വെച്ച് ഭൂമി വാ പിളർന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കൂടാരങ്ങളെയും വിഴുങ്ങിയതും ഇസ്രായേൽ മുഴുവനും മധ്യേ അതത് ഘട്ടങ്ങളിൽ സംഭവിച്ചതോരോന്നുമാണ് നിങ്ങൾ അറിയുന്നത്. എന്തെന്നാൽ കർത്താവ് ചെയ്തിട്ടുള്ള മഹനീയ കൃത്യമെല്ലാം കാണുന്നവയാണ് നിങ്ങളുടെ കണ്ണുകൾ. ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിങ്ങൾ പാലിക്കേണ്ടത് നിങ്ങൾ ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയും സ്വന്തമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശം അവിടെ ചെന്ന് കൈവശമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും നൽകാനായി കർത്താവ് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയുമാണ്. നീ കൈവശമാക്കാൻ പോകുന്നിടത്തെ നാട് തീർച്ചയായും നിങ്ങൾ പുറപ്പെട്ട ഇടത്തെ ഈജിപ്ത് നാട് പോലെയല്ല. അവിടെ വിത്ത് വിതച്ചതിനു ശേഷം നീ നടന്ന് ഒരു പച്ചക്കറി തോട്ടം പോലെ നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്നിടത്തെ നാട് കുന്നുകളുടെയും താഴ്വാരങ്ങളുടെയും നാടാണ്. ആകാശവൃഷ്ടിയിൽ നിന്നാണ് അത് ജലപാനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവ് സദാ അഭിലഷിക്കുന്ന ദേശമാണത്. നിന്റെ ദൈവമായ കർത്താവിന്റെ കണ്ണുകൾ അതിൽ വർഷാരംഭം മുതൽ വർഷാവസാനം വരെ എപ്പോഴുമുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കാനുമായി ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന എന്റെ കൽപ്പനകൾ സശ്രദ്ധം നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ മഴ ശരത്കാലവൃഷ്ടിയായും വസന്തകാലവൃഷ്ടിയായും യഥാസമയം ഞാൻ നൽകും. നീ നിന്റെ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ വയലിൽ നിന്റെ മൃഗഗണത്തിനായി പുല്ല് പ്രദാനം ചെയ്യും. അങ്ങനെ നീ ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങളുടെ ഹൃദയം മൂഢമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാത്ത പക്ഷം നിങ്ങൾ വഴി തെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കെതിരായി കർത്താവിന്റെ കോപം ജ്വലിക്കും. മഴയുണ്ടാകാത്ത വിധം അവിടുന്ന് ആകാശം അടയ്ക്കും. ഭൂമി അതിന്റെ ഉൽപ്പന്നം തരുകയുമില്ല. അങ്ങനെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ പെടുന്നനെ നശിച്ചു പോകും. ആകയാൽ എന്റെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും നിക്ഷേപിക്കുവിൻ. അവ ഒരടയാളമായി നിങ്ങളുടെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിങ്ങളുടെ തിരുനെറ്റിയിൽ ഉണ്ടായിരിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവ സംസാര വിഷയമാക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിന്റെ വീടിന്റെ കട്ടിലക്കാലുകളിൽ മേലും പടിവാതിലുകളിലും അവ നീ രേഖപ്പെടുത്തണം. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് അവരോട് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളുടെ ദിനങ്ങളും നിങ്ങളുടെ മക്കളുടെ ദിനങ്ങളും ഭൂമിക്ക് മുകളിൽ ആകാശത്തിന്റെ ദിനങ്ങൾ പോലെ പെരുകാനിടയാകും. നിങ്ങൾ അനുവർത്തിക്കാനായി ഞാൻ അനുശാസിക്കുന്ന ഈ കൽപ്പന ഓരോന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും അവിടുത്തെ എല്ലാ മാർഗങ്ങളിലും ചരിക്കുവാനും അവിടത്തോട് ചേർന്ന് നിൽക്കാനുമായി നിങ്ങൾ സശ്രദ്ധം പാലിച്ചാൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുൻപിൽ നിന്ന് ഒഴിപ്പിക്കും. നിങ്ങളാകട്ടെ നിങ്ങളെക്കാൾ വലിയവനും ശക്തരുമായ ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങൾ കാൽപാദം ഊന്നുന്ന സ്ഥലമെല്ലാം നിങ്ങളുടേതായിരിക്കും. മരുഭൂമിയും ലബനോൻ മുതൽ യൂഫ്രട്ടീസ് നദി മുതൽ പശ്ചിമ സമുദ്രം വരെ നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിങ്ങളുടെ മുൻപിൽ ആരും നിലയുറപ്പിക്കുകയില്ല. നിങ്ങൾ പാതയാക്കുന്നിടത്തെ ഭൂമുഖമാകെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് പരിഭ്രമവും ഭയവും സംജാതമാക്കും. അവിടുന്ന് നിങ്ങളോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ. നോക്കൂ, നിങ്ങളുടെ മുൻപിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോകാനായി ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നെങ്കിൽ ശാപം. നീ കൈവശമാക്കാൻ പോകുന്നിടമായ ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രവേശിപ്പിക്കുമ്പോൾ ഗെരീസിം മലയിൽ നീ അനുഗ്രഹം സ്ഥാപിക്കണം. ഏബാൽ മലയിൽ ശാപവും. അവ സൂര്യൻ അസ്തമിക്കുന്ന ദിശയിൽ ഗിൽഗാലിനെതിരെ മോറയിലെ ഓക്കുമരങ്ങൾക്കടുത്ത് അറാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് ജോർദാന്റെ മറുകരയല്ലേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിനായി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ.
അത് നിങ്ങൾ കൈവശപ്പെടുത്തുകയും അതിൽ വസിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുവർത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശപ്പെടുത്താനായി നൽകുന്ന ദേശത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾ അനുവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ട ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇവയാണ്. നിങ്ങൾ ഒഴിപ്പിക്കുന്ന ജനതകൾ തങ്ങളുടെ ദൈവന്മാരെ ആരാധിക്കുന്നിടത്തെ എല്ലാ സ്ഥലങ്ങളും, ഉയർന്ന മലകളിലാകട്ടെ കുന്നുകളിലാകട്ടെ ഏതു പച്ചമര ചുവട്ടിലുമാകട്ടെ, നിങ്ങൾ നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ മറച്ചിടണം, സ്തംഭങ്ങൾ തകർക്കണം, അവരുടെ അശേരാകളെ തീയിൽ ചുട്ടരിക്കണം, അവരുടെ ദേവീ വിഗ്രഹങ്ങൾ വെട്ടി വീഴ്ത്തണം. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവരുടെ നാമം ഇല്ലായ്മ ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനായി നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനുള്ള ഇടമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ വന്ന് നിങ്ങൾ അവിടത്തേക്ക് വാസസ്ഥാനം അന്വേഷിക്കണം. അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ബലികൾ, ദശാംശങ്ങൾ, കൈക്കാണിക്ക, നേർച്ചകൾ, സ്വാഭിഷ്ട കാഴ്ചകൾ എന്നിവയും ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും കൊണ്ടുവരണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നിങ്ങളുടെ കരത്തിന്റെ ഓരോ യജ്ഞത്തിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മളെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലെ അവനവന്റെ ദൃഷ്ടിയിൽ ശരിയായതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന വിശ്രമത്തിലേക്കും അവകാശത്തിലേക്കും ഇതുവരെ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അവകാശികളാക്കുന്ന ദേശത്ത് വാസമുറപ്പിക്കും. ചുറ്റുമുള്ള നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് സ്വസ്ഥത തരും. നിങ്ങൾ സുരക്ഷിതരായി താമസിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം വസിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടായിരിക്കും. അവിടേക്ക് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്നവയെല്ലാം, നിങ്ങളുടെ ഹോമയാഗങ്ങളും ബലികളും ദശാംശങ്ങളും കൈക്കാണിക്കകളും നേർച്ചകളും നിങ്ങൾ കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വഴിപാടുകളും കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും സന്തോഷിക്കണം. ഒപ്പം നിങ്ങളുടെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും നിങ്ങളുടെ കൂടെ അവന് ഓഹരിയും അവകാശമില്ലല്ലോ. കാണുന്നിടത്തൊക്കെ നീ നിന്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നേരെ മറിച്ച് നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്താണ് നീ നിന്റെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടത്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെല്ലാം നീ അവിടെ അനുഷ്ഠിക്കുകയും വേണം. നിന്റെ കവാടങ്ങളിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിനനുസരിച്ച് നിന്റെ എല്ലാ ആത്മാഭിലാഷത്തിനുമൊത്ത് മൃഗത്തെ കൊന്ന് മാംസം ഭക്ഷിച്ചു കൊള്ളുക. മലിനനും ശുദ്ധിയുള്ളവനും അത് കലമാനെ എന്ന പോലെയും പുള്ളിമാനെ എന്ന പോലെയും ഭക്ഷിക്കാം. നിങ്ങൾ രക്തം ഭക്ഷിക്കരുതെന്ന് മാത്രം. അത് നീ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നിന്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശമോ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളോ നീ നേരുന്ന നേർച്ചകളിൽ എന്തെങ്കിലുമോ സ്വാഭിഷ്ട കാഴ്ചകൾ, കൈക്കാണിക്ക എന്നിവയോ നിന്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് നിനക്ക് ഭക്ഷിക്കാനാവില്ല. പ്രത്യുത നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ പുത്രീപുത്രന്മാരും ദാസീദാസന്മാരും നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും അത് ഭക്ഷിക്കട്ടെ. സ്വന്തം കരത്തിന്റെ അധ്വാനത്തെ പറ്റി നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് സന്തോഷിക്കാം. നിന്റെ ഭൗമിക കാലം അത്രയും ലേവായനെ അവഗണിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിന്റെ അതിർത്തി വിസ്തൃതമാക്കുമ്പോൾ നീ മാംസം തിന്നാൻ കൊതിക്കുന്നതിനാൽ ഞാൻ മാംസം കഴിക്കട്ടെ എന്ന് നീ പറയും. നിന്റെ ആത്മാഭിലാഷത്തിനൊത്ത് നീ മാംസം ഭക്ഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നിടമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലം നിന്നിൽ നിന്ന് വിദൂരത്താണെങ്കിൽ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ആടുമാടുകളെ കൊന്ന് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ നിന്റെ ആത്മാഭിലാഷത്തിനൊത്ത് ഞാൻ നിന്നെ അനുശാസിച്ചിട്ടുള്ളതുപോലെ നിനക്ക് ഭക്ഷിക്കാം. കലമാനും പുള്ളിമാനും ഭക്ഷിക്കപ്പെടുന്നത് എങ്ങനെയോ അങ്ങനെ അത് നിനക്ക് തീർച്ചയായും ഭക്ഷിക്കാം. ശുദ്ധിയുള്ളവനും മലിനനും ഒരുമിച്ച് അത് ഭക്ഷിക്കാം. ഏതായാലും രക്തം ഭക്ഷിക്കാതിരിക്കാൻ നിഷ്കർഷയുള്ളവനായിരിക്കുക. കാരണം രക്തമാണ് ജീവൻ. നീ മാംസത്തോടൊപ്പം ജീവൻ ഭക്ഷിക്കരുത്. നീ അത് ഭക്ഷിക്കരുത്. അത് ജലം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. നീ അത് ഭക്ഷിക്കാതിരിക്കുന്നത് നിനക്കും നിനക്ക് ശേഷം നിന്റെ മക്കൾക്കും നന്മയുണ്ടാകുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായതാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്. നിനക്കുള്ള വിശുദ്ധ വസ്തുക്കളും നേർച്ചകളും ചുമന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നീ ചെല്ലേണ്ടതുമുണ്ട്. നിന്റെ ഹോമയാഗങ്ങളായ മാംസവും രക്തവും അവിടെ നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കണം. എന്നാൽ നിന്റെ ബലികളുടെ രക്തം നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തോട് ചേർന്ന് ഒഴിക്കപ്പെടണം. മാംസമാകട്ടെ നിനക്ക് ഭക്ഷിക്കാം. നിനക്കും നിനക്ക് ശേഷം നിന്റെ മക്കൾക്കും എന്നേക്കും നന്മയുണ്ടാകുവാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ നല്ലതും ശരിയായതുമാണല്ലോ നീ പ്രവർത്തിക്കേണ്ടത്.
നീ ഒഴിപ്പിക്കാനായി പോകുന്നിടത്തെ ജനതകളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുൻപിൽ നിന്ന് വിച്ഛേദിക്കുമ്പോൾ നീ അവരെ നിഷ്കാസനം ചെയ്ത് അവരുടെ ദേശത്ത് വസിക്കണം. അവർ നിന്റെ മുൻപിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ശേഷം അവർക്ക് പിന്നാലെ കെണിയിലാകപ്പെടാതിരിക്കുവാനും എപ്രകാരം ഈ ജനതകൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവോ അപ്രകാരം ഞാനും ചെയ്യും എന്ന ആത്മഗതം ചെയ്ത് അവരുടെ ദേവന്മാരോട് ആരായാതിരിക്കുവാനും നീ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവിനോട് നീ അപ്രകാരമല്ല ചെയ്യേണ്ടത്. എന്തെന്നാൽ അവിടുന്ന് വെറുക്കുന്ന സകല കർത്തൃനിന്ദയുമാണ് അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നത്. അതെ, അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി തങ്ങളുടെ പുത്രിപുത്രന്മാരെ പോലും അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. 123 സങ്കീർത്തനം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തിയിരിക്കുന്നു. ഇതാ, തങ്ങളുടെ യജമാനന്മാരുടെ കയ്യിലേക്ക് ദാസന്മാരുടെ കണ്ണുകൾ എങ്ങനെയോ, തന്റെ സ്വാമിനിയുടെ കയ്യിലേക്ക് പരിചാരികയുടെ കണ്ണുകൾ എങ്ങനെയോ, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളിൽ കനിയുന്നത് വരെ അവിടുത്തെ പക്കലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ അങ്ങനെയാണ്. ഞങ്ങളിൽ കനിയണമേ കർത്താവെ, ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ നിന്ദനാധിക്യത്താൽ ഞങ്ങൾ മടുത്തു. അലംഭാവികളുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും ഞങ്ങളുടെ ആത്മാവ് ഏറെ അനുഭവിച്ചു കഴിഞ്ഞു. 124 സങ്കീർത്തനം. കർത്താവല്ലായിരുന്നു നമ്മുടെ പക്ഷത്തെങ്കിൽ ഇസ്രായേൽ പറയട്ടെ. കർത്താവല്ലായിരുന്നു നമ്മുടെ പക്ഷത്തെങ്കിൽ മനുഷ്യഗണം എപ്പോൾ നമുക്കെതിരെ എഴുന്നേറ്റോ, അവരുടെ കോപം എപ്പോൾ നമുക്കെതിരെ ജ്വലിച്ചോ, അപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. അപ്പോൾ വെള്ളം നമ്മെ കവിഞ്ഞൊഴുക്കുമായിരുന്നു. ജലപ്രവാഹം നമ്മുടെ കഴുത്തിനുമേൽ കവിയുമായിരുന്നു. അപ്പോൾ ആർത്തിരമ്പുന്ന വെള്ളം നമ്മുടെ കഴുത്തിനുമേൽ കവിയുമായിരുന്നു. കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് നമ്മെ അവരുടെ പല്ലുകൾക്ക് ഇരയായി കൊടുത്തില്ല. വേടന്മാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. കെണി തകർക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ സഹായം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവിന്റെ നാമത്തിലാണ്. 125 സങ്കീർത്തനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതം പോലെയാണ്. അത് കുലുങ്ങുകയില്ല, എന്നേക്കും സ്ഥിതി ചെയ്യുന്നു. ജെറുസലേം പർവ്വതങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. കർത്താവ് ഇപ്പോൾ മുതൽ എന്നേക്കും തന്റെ ജനത്തിന് ചുറ്റുമുണ്ട്. നീതിമാന്മാരുടെ നറുക്കുവിഹിതത്തിൽ ദുഷ്ടതയുടെ ചങ്കോൽ വിശ്രമിക്കുകയില്ല നൂനം. അനീതിയിലേക്ക് തങ്ങളുടെ കൈ നീതിമാന്മാർ നീട്ടാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവെ, നല്ലവർക്കും ഹൃദയത്തിൽ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. എന്നാൽ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി തീർക്കുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടി നശിപ്പിക്കും. ഇസ്രായേലിന് സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6 അധ്യായം 27 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായവും നിഷേധിക്കരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വകകൾ എടുത്തുകൊണ്ടു പോകുന്നവനിൽ നിന്ന് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? അത്രത്തോളം തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രരായിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും തിരിച്ചളന്നു കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടന് കുരുടനെ നയിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല. എന്നാൽ അഭ്യസനം പൂർത്തിയാകുമ്പോൾ ഓരോരുത്തരും ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് നിന്റെ സഹോദരനോട് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്ടിക്കാര, ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ നിന്റെ കാഴ്ച തെളിയും. നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.